അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടിയിട്ട് പൂരം കാണാനായിട്ട് പോകാറുണ്ട്. നമ്മൾ ഇത്രയും പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്രയും നേരത്തെ ഒരുങ്ങി കെട്ടി നിന്നത്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങാനായിട്ട് ലേറ്റ് ആവേ. ഇതാണ് നമ്മുടെ മെയിൻ കക്ഷി, ഇതിൻ്റെ പേരാണ് ചീക്കു. ചീക്കുവിൻ്റെ ഒറിജിനൽ നെയിം തൃഷ എന്നാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പോണ വഴി കുറേ പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പന്തൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഞാൻ ഇങ്ങനത്തെ ഒന്നും എവിടെയും കണ്ടിട്ടില്ല. എവിടെയും മീൻസ് ഞാൻ അങ്ങനെ പോകാറില്ല, അങ്ങനെ അതുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ പേര് ശ്രീ ചേമ്പാലം കുളങ്ങര ക്ഷേത്രം എന്നാണിത്. വരുന്നത് ഗുരുവായൂർ കുന്നംകുളം ആ ഒരു ഏരിയയിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളവിടെ എത്തിയപ്പോൾ ഒരു ആനപ്പൂരം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഇരുന്ന് അവിടെ സ്റ്റക്കായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലപ്പറമ്പിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ 19 ആന അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണാത്ര രസം തോന്നില്ല, നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് എന്തോ പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ അവളവിടെ ഒരു മതിലിൻ്റെ അവിടെ കൊണ്ടിരുത്തി. അപ്പോൾ അതിൽ നിന്ന് ഒരു ആനപ്പൂരം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാമല്ലോ പെട്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പരിപാടികളും ആ വഴിയിലൂടെയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴത്തേനും ഈ പരിപാടി മൊത്തം അവസാനിച്ചു. ആനപ്പൂരം അവസാനിച്ചു, എല്ലാ പരിപാടിയും അവസാനിച്ചു. നമ്മുടെ പെരുന്നാളൊക്കെ ആണെന്നുണ്ടല്ലോ 12 മണി 1 മണി വരെയൊക്കെ പെരുന്നാളിലെ പരിപാടി ഉണ്ടാകും പള്ളിയിൽ. പക്ഷേ ഇത് പെട്ടെന്ന് അവസാനിച്ചു. എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. പിന്നെയല്ല, ഈ പോകുന്ന പരിപാടികളൊന്നും അധികം നേരം ആ ഒരു സ്ഥലത്ത് നിന്ന് കൊട്ടോ കളിക്കുകയോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വന്നത് ലേറ്റായി. ഇവർ ചിലപ്പോൾ മുന്നേ വരുന്ന വഴിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ വന്നത് ലേറ്റ് ആകേണ്ടാണെന്ന് തോന്നുന്നു. അധികം ഞാൻ കണ്ടില്ല. ഇവരൊക്കെ ഇതാ ഷേക്ക് ഹാൻഡ് കൊടുക്കാനായിട്ട് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർക്കത് കാണുമ്പോൾ ഒരു അത്ഭുതമാണല്ലോ. നമുക്ക് ചെറുപ്പത്തിൽ എനിക്കും ഇതുപോലെയൊക്കെ എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ ഇപ്പം അത്ഭുതമൊന്നുമില്ല. അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അവർക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം. അപ്പോൾ അതായത് ആനേനെ ലാസ്റ്റ് ഇവിടെ ഒന്ന് കൊണ്ട് നിർത്തി കുറച്ച് നേരം കൊട്ടിയിട്ട് ബാക്കി ഓൾറെഡി എല്ലാ ആനകളും പിന്നീന്ന് പോയിട്ടോ. ഈ ഒരു ആനേനെ മാത്രം അവിടെ നിർത്തി കൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ഈ ഒരു ബജ്ജി കടയിലോട്ടാണ്. എനിക്കങ്ങനെ ബജ്ജി കഴിക്കാറൊന്നും ഇഷ്ടമല്ല കേട്ടോ, പ്രത്യേകിച്ച് ആ ഒരു ടൈമിൽ. പിന്നെയല്ല, നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അധികം ആരോടും മേടിച്ച് കഴിക്കാനായിട്ട് പറയില്ല. എനിക്ക് ഒരു വട്ടം പണി കിട്ടിയോണ്ട് പിന്നെ എപ്പോഴും ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല. പിന്നെ ഇഷ്ടത്തിന് ഒരു വട്ടമൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ കുറേ നേരം നിന്നുകൊണ്ട് തന്നെ ഭയങ്കര നട്ടുവേദനയായിരുന്നുണ്ട്. എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ശരി, തരാ.